വമൻ കാന മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലക്കും തഷ്കുറൂൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അല്ല, നമുക്ക് ഏറ്റവും പരിചിതമായ, വളരെ സുപരിചിതമായ ഒരു വചനമാണ് ഈ ഞാൻ ഓതി കേൾപ്പിച്ചത്. എല്ലാവർക്കും അറിയണ ആയതാണ്. ഇത് റമളാൻ മാസം പുണ്യമാസമായിട്ടാണ് നമ്മുടെ സമൂഹം കണക്കാക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ ഒരു മാസമായിട്ടാണ് റമളാനിനെ കാണുന്നത്. അതിന് നമ്മുടെ സമൂഹം പറയുന്ന ന്യായം ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു മഹാത്യാഗമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. അതിന്റെ 4 ഇരട്ടി രാത്രി കഴിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. നിസ്സാരമായ കാര്യങ്ങളാണ് അവര് മഹാകാര്യങ്ങളായിട്ട് കാണുന്നത്. ഒരു നേരത്തെ ഉച്ച നേരത്തെ ആഹാരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മഹാത്യാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കേവലം ചില ആചാര അനുഷ്ഠാനങ്ങൾ, വർഷം തികയുമ്പോൾ 2.5% നാണയത്തൊട്ടുകൾ, അത് 2.5% ഒന്നും കൊടുക്കണില്ല, 0.5% പോലും കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിസ്സാരമായ കാര്യങ്ങളാണ് മഹാത്യാഗങ്ങളായിട്ട് നമ്മുടെ സമൂഹം കണക്കാക്കി പോരുന്നത് എന്നാണ്. 1000, 2000 അല്ലെങ്കിൽ 5000 മുടക്കി ഒരു ബലിയറുക്കുക, കേവലം ചില ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക, സംഘത്തോടുകൂടി ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുക. പിന്നെന്താണ്, ഏതാനും നാണയത്തൊട്ടുകൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ കയറി വരുന്ന ആളുകൾക്ക് എറിഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം കാണുന്ന മഹാത്യാഗങ്ങളും ഉന്നതമായ കർമ്മങ്ങളും മഹത്തായ പ്രതിഫലം കിട്ടാവുന്ന കർമ്മങ്ങളും സമൂഹത്തെ പരിഷ്കരിച്ചെടുക്കാനും പരിവർത്തിപ്പിച്ചെടുക്കാനുമുള്ള കർമ്മങ്ങളുമൊക്കെയായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കി പോരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഒരു സമൂഹത്തെ പരിഷ്കരിക്കാനോ പരിവർത്തിപ്പിക്കാനോ ഉതകുന്നതോ, ഒരു സമൂഹത്തിന്റെ മോചനം കൊടുക്കാൻ പറ്റുന്നതോ, ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകാൻ പറ്റുന്നതോ ആയ കാര്യങ്ങളല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഉന്നതമായ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിന് പറയാനുള്ളത്. അത് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ വിശദീകരിച്ചു തരാം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹർ എന്ന് പറയുന്നത് മാസം എന്നാണ്. മാസം എന്ന ആ വേർഡിന് അർത്ഥമുണ്ട്, ഇല്ല എന്നല്ല. ഷഹർ എന്ന് ആ പദത്തിന് അർത്ഥമുണ്ട്. പക്ഷെ ആ പദത്തിന്റെ ഒന്നാമത്തെ അർത്ഥം അറിയപ്പെട്ടത് എന്നാണ്. ഷഹർ, മഷഹൂർ എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധമായത്, അറിയപ്പെട്ടത്, അറിയപ്പെട്ട സാഹചര്യം, അറിയപ്പെട്ട സന്ദർഭം, അറിയപ്പെട്ട ദിവസം, അറിയപ്പെട്ട ഇവന്റ്സ് എന്തുവാകാം, അതിനൊക്കെ ഷഹർ എന്നാണ് പറയാം. അറിയപ്പെട്ട വ്യക്തിക്ക് പറയാം. ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ മഷഹൂറാണെന്ന് പറയാം. നസറയിൽ നിന്നും മൻസൂർ ഉണ്ടാകുന്നത് പോലെ ഷഹറ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മഷഹൂർ ഉണ്ടാകുന്നത്. കത്തബയിൽ നിന്ന് മക്തൂബ് എന്ന് പറയുന്നത് പോലെ ഷഹറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഷാ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഒന്നാമത്തെ അർത്ഥം പ്രസിദ്ധമായി തീർന്നു, അറിയപ്പെട്ടതായി തീർന്നു എന്നാണ് കാണാൻ കഴിയുക. ഈ മാസങ്ങൾ എന്ന അർത്ഥം വന്നത് തന്നെ ലോകത്ത് മാസങ്ങൾ 12 എന്നുള്ളത് പ്രസിദ്ധമായതുകൊണ്ടാണ് മാസങ്ങൾക്ക് ഷഹർ എന്ന വാക്ക് വന്നത് എന്നാണ് ചരിത്രത്തിലും ഭാഷാഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഷഹർ എന്ന വാക്കിന്റെ അർത്ഥം അറിയപ്പെട്ടത്, അറിയപ്പെട്ട സാഹചര്യം, അറിയപ്പെട്ട സന്ദർഭം, അറിയപ്പെട്ട വ്യക്തി, അറിയപ്പെട്ട സംഭവം, ഇതിനൊക്കെയാണ് ഷഹർ എന്ന് പറയുന്നത്. മാസത്തിനും പറയാൻ പറ്റൂല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റമളാൻ എന്ന് പറയുന്നത് അതിന്റെ വിശേഷണമാണ്. റമളാൻ കൊണ്ടാണ് ഇത് അറിയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ അടുത്തന്നെ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട് നമ്മൾ ഒരു സഹോദരൻ പറഞ്ഞു, ഏതോ ആളൊരു ലേഖനം എഴുതി കരിച്ചു കളയുന്ന എന്ന്. സുന്നികൾ തന്നെയാണ് എഴുതിയ ഒരു മാസികയിലോ എന്തോ പത്രത്തിലെന്തോ കണ്ടെത്തറ. റമളാൻ എന്ന് പറയുന്ന വേർഡിനർത്ഥം കരിച്ചു കളയുന്ന, അതിതീഷ്ണമായ ചൂട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പാരമ്പര്യവാദികൾ തന്നെ സമ്മതിക്കുന്ന അർത്ഥമാണ്. അതിതീഷ്ണമായ ചൂട് കൊണ്ട് അറിയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടൊക്കെയാണ് അത് തീഷ്ണമായിരിക്കുന്നത്? എന്തുകൊണ്ടൊക്കെയാണ് അത് ചൂടേറിയതായിരിക്കുന്നത്? സർവ അരാജകത്വങ്ങളും, മനുഷ്യാവകാശ ലംഘനങ്ങൾ,
ശിർക്ക്, സ്ത്രീ പീഡനം, ബഹുദൈവാരാധന, ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ലോകത്ത് നടമാടേണ്ടതുണ്ടോ അതുകൊണ്ടൊക്കെ അറിയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്, ഒരു സിറ്റുവേഷനിലാണ്, ഒരു സന്ദർഭത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങൾക്കൊക്കെ നിങ്ങൾക്കറിയാം. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ഒരു സ്ഥലത്ത്, ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് മറ്റൊരു സ്ഥലത്ത്, 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് വേറൊരു സ്ഥലത്ത്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്കറിയാം. അവിടെ അതല്ല, ആ വൈരുദ്ധ്യങ്ങളൊക്കെ ഈ വന്നത് യഥാർത്ഥമായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ്. ഷഹറിനെ ഒരു മാസമാക്കി, ലൈലത്തുൽ ഖദറിനെ ഒരു ദിവസമാക്കി. എന്നാ ഖുർആൻ ഇറങ്ങിയത് 23 കൊല്ലം കൊണ്ടാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് ഖുർആനിന്റെ അവതരണ തുടക്കമാണ് എന്നാക്കി അങ്ങനെ വ്യാഖ്യാനിച്ചു, ഒപ്പിച്ചു. ആ റമദാൻ മാസത്തിലും അല്ല, ആ റമദാൻ മാസത്തിലെ ഒരു ലൈലത്തുൽ ഖദറിലാണ് എന്ന് പിന്നെ വ്യാഖ്യാനിച്ചു. ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയതുണ്ടല്ലോ വേറൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞപ്പോ ആ റമദാൻ മാസത്തിലും അല്ല, ആ റമദാൻ മാസത്തിലെ ഒരു ദിവസത്തിലാണാക്കി. അപ്പൊ ഇങ്ങനെ വ്യാഖ്യാനിച്ച് 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 ഇതിനെ ഒപ്പിക്കേണ്ട, ശരിയാക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി. അത് നമ്മൾ വിശദീകരിക്കില്ല, നമുക്ക് പറയാനുള്ളത് പറയാം. അപ്പൊ ഷഹറു റമദാൻ എന്ന് പറഞ്ഞ അതിതീക്ഷ്ണമായ ചൂടേറിയ ഒരു അവസരത്തിലാണ്, സന്ദർഭത്തിലാണ്, സാഹചര്യത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചൂടേറാനുള്ള കാരണം എന്തൊക്കെയാണ്? അവിടെ അക്രമങ്ങളുണ്ട്, അരാജകത്വങ്ങളുണ്ട്, അനീതികളുണ്ട്, അധർമ്മങ്ങളുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, മനുഷ്യർ വിവിധ സംഘങ്ങളായി പിരിഞ്ഞ് ശിർക്ക് ചെയ്യുന്ന ശിർക്കുകളുണ്ട്, സാധുക്കളെയും പാവപ്പെട്ടവരെയും അവഗണിക്കുകയും അവരെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഇരുളടഞ്ഞതും ചൂടേറിയതുമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങിയത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിന് ഈ മാസങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ് ഒരിക്കൽ നിങ്ങളുടെ മുമ്പ്. മാസങ്ങൾ എന്നുള്ളത് ആദ്യം സോളാർ വർഷമായിരുന്നു, അതായത് സൗരവർഷത്തിലായിരുന്നു അറബി മാസങ്ങൾ ആദ്യം കണക്കാക്കി പോന്നിരുന്നത്. അതാണ് റബിയ. ആ രാജ്യത്ത് വസന്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിന് റബിയുൽ അവ്വൽ എന്ന ഒരു പേര് വിളിച്ചു. രണ്ടാം വസന്തം എന്നുള്ള അർത്ഥത്തിൽ റബിയുൽ ആഖർ, മറ്റൊരു വസന്തം എന്നുള്ള അർത്ഥത്തിൽ റബിയുൽ ആഖർ എന്നും അവർ വിളിച്ചു. ജമാദ് നിർജീവമായ, ജമാദ് എന്ന് പറഞ്ഞാൽ നിർജീവമായ വസ്തു എന്നാണ്. ആകെ ഭൂമി നിർജീവമായി, ഒന്നും ഫലപുഷ്ടികളൊന്നോ ചെടികളൊന്നും തന്നെ വളരാത്ത ഒരു കാലഘട്ടം, ആകെ വറ്റുവരേണ്ട കാലഘട്ടത്തിന് അവർ ജമാദുൽ ഊല എന്നും ജമാദുൽ ഉഖ്റ എന്നും വിളിച്ചു. ഇങ്ങനെ സോളാർ കലണ്ടറിലായിരുന്നു, അതായത് സൗരവർഷത്തിലായിരുന്നു അറബികൾ ആദ്യം മാസങ്ങൾ കണക്കാക്കി പോന്നിരുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അതുപോലെ തന്നെ അവിടെ വളരെ ചൂടേറിയ ഒരു കാലഘട്ടത്തിനാണ് അവർ ഷഹ്റു റമദാൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നും പറയുന്നുണ്ട്. പിന്നീട് ഇസ്ലാമിക ചരിത്രം വന്നതോടുകൂടി അവർ ലൂണാർ കലണ്ടറിലേക്ക് മാറി എന്ന് പറഞ്ഞ ചന്ദ്ര കലണ്ടറിലേക്ക് അവർ മാറിയെങ്കിലും പേര് മാറ്റിയില്ല. പേര് അങ്ങനെ തന്നെ നിലനിർത്തി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് റമദാൻ എന്ന വേർഡിന്റെ അർത്ഥം അറബികൾക്ക് തന്നെ സുപരിചിതമായ പദമായിരുന്നു എന്നാണ്. ജമാദ് എന്ന് നിർജീവമായ ഒരു അവസ്ഥക്കും കാലഘട്ടത്തിനും ഒക്കെ ജമാദ് എന്ന് പറയും. ആ പേര് തന്നെ മാസത്തിനും എടുത്തിട്ടു. എന്നുപോലെ തന്നെ ഷെഹർ എന്ന് പറഞ്ഞാൽ അതിതീക്ഷ്ണമായ ചൂടുള്ള അവസ്ഥക്കും കാലാവസ്ഥക്കും ദിവസത്തിനും ഒക്കെ പറയും. ആ പേര് അവരൊരു മാസത്തിനും ഇട്ടു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ജമാദ് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ റബിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വസന്തപൂർണമായ ഒരു അവസ്ഥാവിശേഷം വന്നാൽ അതിനെ റബിയ എന്ന് പറയാം. ആ വേർഡ് തന്നെ ഒരു മാസത്തിനും അവരെടുത്തിട്ടു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ പൂക്കളും ചെടികളും ഒക്കെ കായ്ച്ച് പൂത്തു നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഈ രാജ്യത്തുണ്ടെങ്കിൽ അതിനെ റബിയ എന്നാ പറയാം. റബിയ ആണ് ഇവിടെ എന്നാ പറയാം. വസന്തമായ ഒരു സാഹചര്യമാണ് ഇവിടെ എന്നാ പറയാം. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഒരു പൂക്കളൊക്കെ പുഷ്പിച്ചു നിൽക്കുന്ന അവസ്ഥ, കായ്ക്കനികളൊക്കെ കായ്ച്ചു നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു വസന്തപൂർണമായ ഒരു അവസ്ഥാവിശേഷം ഈ രാജ്യത്ത് സംജാതമാവുകയാണെങ്കിൽ അതിനെ റബിയ എന്നാ പറയാം.
പക്ഷെ ആ പേരെടുത്തിട്ട് അവർ മാസത്തിനിട്ടു. കാരണം ആ കാലഘട്ടത്തിൽ അവിടെ വസന്തപൂർണമായ ഒരു കാലഘട്ടം വന്നപ്പോൾ ആ പദം എടുത്ത് അവരൊരു മാസത്തിനിട്ടു. എന്നതുപോലെ തന്നെയാണ് റമളാൻ എന്ന് പറയുന്നത്. വളരെ ചൂടേറിയ ഒരവസ്ഥക്കും ഒരു സാഹചര്യത്തിനും ഒരു സന്ദർഭത്തിനുമാണ് പറയുക. ആ പദം തന്നെ അവരെടുത്തൊരു മാസത്തിനും ഇട്ടു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഹുദൽ ലിന്നാസി, മാനവരാശിക്കുള്ള മാർഗദർശനവുമായിട്ട് ഈ ഖുർആൻ അവതരിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഇത് ലോകത്തിനുള്ള ഗൈഡൻസ് ആയിട്ട്, അതാണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രത്യയ ശാസ്ത്രമാണ് ഖുർആൻ. ഏതെങ്കിലും പ്രവിശ്യകളിലെയോ ഏതെങ്കിലും നൂറ്റാണ്ടുകളിലെയോ ഏതെങ്കിലും പ്രത്യേകമായ കാലഘട്ടത്തിലെയോ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഖുർആൻ. അങ്ങനെ വന്നപ്പോഴാണ് ഇതിന് ആ രൂപത്തിൽ അതിന് വ്യാഖ്യാനങ്ങൾ വന്നത്. 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് പറ്റിയ വ്യാഖ്യാനങ്ങൾ, 6-ാം നൂറ്റാണ്ടിലെ കെട്ടുകഥകൾ, 6-ാം നൂറ്റാണ്ടിലെ അവർക്ക് അജ്ഞാതമായിരുന്ന കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അജ്ഞാതമായിരുന്ന, അവർക്ക് അറിയാതെ പോയിരുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അല്ലാതെ 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ അന്ധവിശ്വാസങ്ങളെ മുഴുവൻ പിൻതലമുറക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ അവതരിപ്പിച്ചത്. നമ്മുടെ സമൂഹം അങ്ങനെ മനസ്സിലാക്കിക്കുന്നത്. അല്ലമൽ ഇൻസാനം മാലം യഅലംന, 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അജ്ഞാതമായിരുന്ന ഒരുപാട് സംഗതികളുണ്ട്. ആ അജ്ഞാതമായിരുന്ന മൗലികമായ നീതിയും ധർമ്മവും ന്യായവും സത്യവും മനുഷ്യരുടെ അവകാശങ്ങളും എന്ന് വേണ്ട ആ സമൂഹത്തിന് അജ്ഞാതമായി തീർന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആ സമൂഹത്തെ പഠിപ്പിക്കാനും നല്ല ഒരു ക്ഷേമ സമൂഹത്തെ സുരക്ഷിതവും സമാധാനവും സൗഹൃദവും ക്ഷേമവും നടമാടുന്ന നിലനിൽക്കുന്ന ഒരു സമൂഹത്തെയും വാർത്തെടുക്കാൻ വേണ്ടി അവർക്കുള്ള മാർഗദർശനവുമായിട്ടാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതാണ് 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ അവരുടെ അറിവുകളും അവരുടെ അന്ധവിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ തോന്നിയാസങ്ങളും മുഴുവൻ പൈതൃകമായി കൈമാറാനല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് അവർക്ക് അജ്ഞാതമായിരുന്ന, ആ സമൂഹത്തിന് അജ്ഞാതമായിരുന്ന, മാനവരാശിക്ക് തന്നെ ആവശ്യമാവുന്ന, നിർബന്ധമായും അവർക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ട ആ വിജ്ഞാനങ്ങളെ ലോകത്തിന് കൊടുക്കാൻ, ആ വിജ്ഞാനങ്ങളെ ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇന്നത്തെ ചരിത്രം വായിച്ചാൽ അതല്ല തോന്നുക. ഇന്നിപ്പോ തോന്നുന്ന അറബികൾക്ക് മൂത്രമൊഴിക്കാൻ അറിഞ്ഞിരുന്നില്ല, അപ്പൊ മൂത്രമൊഴിക്കാൻ പഠിപ്പിക്കാൻ. അറബികൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ അറിഞ്ഞിരുന്നില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പഠിപ്പിക്കാൻ. അറബികൾക്ക് സ്ത്രീകളെടുത്ത് പോകാൻ അറിഞ്ഞിരുന്നില്ല, സ്ത്രീകളെടുത്ത് പോകാൻ പഠിപ്പിക്കാൻ. അറബികൾക്ക് കക്കൂസിൽ പോകാൻ അറിഞ്ഞിരുന്നില്ല, അത് പഠിപ്പിക്കാൻ. ഇങ്ങനെ അറബികൾക്ക് പിന്നെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, ഇത് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ വന്നത് എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന രൂപത്തിൽ വിശദീകരിക്കുന്ന പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കാനല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഖുർആൻ ഏതൊന്നു ലോകത്തിന് മാർഗദർശനം നൽകുന്നുവോ അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായ ആശയങ്ങളാണ് ഇന്ന് ഖുർആനിന്റെ വിശദീകരണം എന്ന പേരിൽ മനുഷ്യനിർമ്മിത വചനങ്ങൾ കൊണ്ട്, മനുഷ്യനിർമ്മിത ആശയങ്ങൾ കൊണ്ട് ലോകത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മാനവരാശിക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ചുകൊണ്ട്, മാനവരാശിക്ക് വിജ്ഞാനവും നൽകിക്കൊണ്ട്, മാനവരാശിക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് ഒരു ഖുർആൻ, ഒരു അൽ ഖുർആൻ ഈ ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ടത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലും ഇങ്ങനത്തെ ഒരു അവസരത്തിലുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ പറയല്ലോ, ഒരു സാഗരം നമ്മുടെ മുമ്പിലുണ്ട്, അത് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഒരു സാഗരമാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. ഖുർആനാവുന്ന ഈ സാഗരം, ഒരു കടല്, വിജ്ഞാനത്തിന്റെ ഒരു കടല് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുമ്പോൾ അതിൽ പരിശുദ്ധമായ ജലമാണ് ഒഴുകുന്നത്. അത് നിറഞ്ഞു നിൽക്കുന്നു ആ സാഗരം. അങ്ങനത്തെ സാഗരം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഒരു കപ്പുമായി അടുത്ത് കിടക്കുന്ന ഒരു അഴുക്ക് ചാലിലേക്ക് വെള്ളം കോരാൻ പോകുന്നവൻ എത്രമാത്രം വിഡ്ഢിയാണോ, അതുപോലെയാണ് ഖുർആനല്ലാത്ത മറ്റു പ്രത്യയശാസ്ത്രങ്ങളോ ഖുർആനിന്റെ വിശദീകരണം എന്ന പേരിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ തേടിപ്പോകുന്ന ആളുകളുടെ അവസ്ഥ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഖുർആനാവുന്ന സാഗരം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നമ്മുടെ മുമ്പിൽ പരിശുദ്ധമായ വെള്ളം നിറഞ്ഞൊഴുകുന്നു. അതിൽ നിന്ന് വേണ്ടുവോളം നമുക്ക് കോരിയെടുക്കാം, വേണ്ടുവോളം നമുക്ക് അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ എത്ര കോരിയാലും എത്ര ഉപയോഗിച്ചാലും തീരാത്ത ഒരു സാഗരമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനോടുള്ള അമിതമായ എന്തോ താല്പര്യം കൊണ്ട് പറയുകയാണെന്നല്ല,
ഖുർആനിന് ബദൽ വെക്കാൻ, മാനവരാശിക്ക് ഖുർആനിന് ബദൽ വെക്കാൻ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ വികൃതമാക്കപ്പെട്ട ഖുർആനിനെയാണ് ലോകത്തിന് പരിചയപ്പെടുന്നത്. വികൃതമാക്കപ്പെട്ട ഒരു മുസ്ലിം സമൂഹത്തെയാണ് ലോകത്ത് കാണുന്നത്. ഈ മുസ്ലിം സമൂഹത്തെയും ഈ ഇസ്ലാമിനെയും കണ്ടിട്ട് ഇത് ലോകത്തിന് മാനവരാശിക്ക് ഗുണമേകുന്നതാണ്, മാർഗദർശനമേകുന്നതാണ് എന്ന് പറയുമ്പോഴാണ് ലോകം പരിഹസിച്ച് ചിരിക്കുന്നത്. ലോകം പരിഹസിച്ച് ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ഈ മുസ്ലിങ്ങൾ ലോകത്തിന് എങ്ങനെ മാതൃകയാകും? നിങ്ങൾ പറയുന്ന ഈ പ്രത്യയശാസ്ത്രം, ഇന്ന് കാണുന്ന ഇസ്ലാമിനെയും ഇന്ന് കാണുന്ന മുസ്ലിങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഹുദല്ലിന്നാസിയാണ്, ലോകത്തിന് മാർഗദർശനമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ലോകം നമ്മോട് പരിഹാസ രൂപേണ തിരിച്ചു ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്നത്തെ ഇസ്ലാമിനെ കുറിച്ചോ ഇന്നത്തെ മുസ്ലിങ്ങളെ കുറിച്ചോ അല്ല പറയുന്നത്. മംഫലൂത്തി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾ ലോകത്തെ ഇന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹം മംഫലൂത്തി, മുസ്തഫ ലുത്ഫിൽ മംഫലൂത്തി അറബി കോളേജിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ വലിയ ഗ്രന്ഥമുണ്ട്. അതിലൊരു പാഠത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ മാനവരാശിയെ ഇന്ന് ഇസ്ലാമിലേക്കും ഖുർആനിലേക്കും ക്ഷണിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ആദ്യം പറയണം ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന്. എന്നിട്ട് വേണം ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട് വേണം ഇസ്ലാമിലേക്കും ഖുർആനിലേക്കും മാനവരാശി ലോക ജനതയെ ക്ഷണിക്കാൻ എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അതേ വാക്ക് തന്നെയാണ് നമുക്കും ഇവിടെ പറയാനുള്ളത്. ഇന്നത്തെ ഇസ്ലാം കണ്ടിട്ട്, ഇന്നത്തെ മുസ്ലിങ്ങളെ കണ്ടിട്ട് അതാണ് ഇസ്ലാമെന്നും അവരാണ് മുസ്ലിങ്ങളെന്നും അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്നും പറഞ്ഞാൽ ലോകത്തൊരാളെയും ഇതിന് കിട്ടൂല. കാരണം അവർക്ക് സ്വാതന്ത്ര്യം പോലും തടയപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അവർ കാണുന്നത്. ഒന്ന് കിടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ആ ജനതയ്ക്ക് കിട്ടൂല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അണിയാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഒരൽപ്പം മുട്ടിന് താഴെ, നെരിയാണിക്ക് താഴെ അല്പം വസ്ത്രം ഇറങ്ങിപ്പോയാൽ തലതെറിക്കും, കാലുവെട്ടും തലവെട്ടും. അങ്ങനത്തെ ഒരു ജനതയെ, സ്വാതന്ത്ര്യം തീരെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു തീവ്രമായ മുസ്ലിം സമൂഹത്തെ, ഈ ഇസ്ലാമിനെയും ഈ മുസ്ലിങ്ങളെയും ലോകം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പോ ഖുർആൻ പറയുന്നത്, ഖുർആനിന്റെ ദൈവസങ്കല്പം, ഖുർആനിന്റെ മനുഷ്യമോചനത്തെക്കുറിച്ചുള്ള ഖുർആനിന്റെ കാഴ്ചപ്പാട്, ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കേണ്ടതിനുള്ള കുറിച്ചുള്ള ഖുർആനിന്റെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ലോകത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് ഏതെങ്കിലും പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രശ്നങ്ങളുമില്ല. ഖുർആൻ അനാഥകളെയും സാധുക്കളെയും തള്ളിക്കളയുന്നവനാണ് മതനിഷേധി എന്ന് പറയുമ്പോൾ ഇന്നത്തെ മുസ്ലിം സമൂഹം പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവനാണ് മതനിഷേധി എന്നാണ്. നമസ്കാരം പോലെയുള്ള ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാത്തവനാണ് മതനിഷേധി എന്നാണ് ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത്. സാധുക്കളെയും അനാഥകളെയും ദുരിതമനുഭവിക്കുന്നവരെയും അഗതികളെയും പരിഗണിക്കുകയും അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാത്തവനാണ് മതനിഷേധി എന്ന് ഖുർആൻ വിളംബരം ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം, ഒരൊറ്റ പ്രശ്നം അതാണ്. അപ്പൊ ഖുർആനും ഇന്നത്തെ മതവും വേറിട്ട് നിൽക്കുന്നു. ഒരു ഭീകര സത്വമായിട്ട്, അനങ്ങിയാൽ പിടിച്ച് ശിക്ഷിക്കുന്നവനായിട്ട്, ഇടയ്ക്കിടെ ഇറങ്ങി വന്ന് മനുഷ്യനെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ക്രൂരനുമായ ഒരു അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, തന്നെ സ്തുതിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ തലക്ക് ചൊട്ടുന്ന, പിടിച്ച് തല കീഴായി മറിച്ചിടുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ സഹജീവിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് അവനുള്ള ആരാധന എന്ന് ഖുർആൻ പറയുമ്പോൾ, ഈ ഖുർആനും ഹദീസും അല്ലെങ്കിൽ ഖുർആനിന് പുറമെ എഴുതപ്പെട്ട ഇന്നത്തെ ഇസ്ലാമും വേറിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളാണിത്. അതാ ഞാൻ പറയുന്നത്, ഇവിടെയാണ് ഖുർആൻ വേറിട്ട് നിൽക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം, അവൻ പരമകാരുണികനാണ്, അവൻ ദയാവായ്പുള്ളവനാണ്. അവനെ സ്തുതിച്ചു പറയലല്ല, അവന്റെ വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കലാണ് അവനുള്ള സ്തുതി എന്ന് പറയുമ്പോൾ തന്റെ സഹജീവിയോട് കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിനുള്ള ആരാധന എന്നും അതാണ് ദൈവത്തോട് ചെയ്യേണ്ട ആരാധന എന്നും പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ വേറിട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടാണ്. ഖുർആൻ മാനവികതയെ മൊത്തം ഐക്യപ്പെടുത്താൻ ആഹ്വാനം ചെയ്തപ്പോൾ ഇവർ ഇസ്ലാമിനകത്ത് തന്നെ ചേരിതിരിവുകൾ സൃഷ്ടിക്കുകയാണ്. ഇന്നത്തെ ഹദീസ് മതം, അതായത് ഖുർആനിന് പുറമെയുള്ള മതം. മാനവരാശിയെ ഒന്നിപ്പിക്കാനാണ് ഖുർആൻ പറയുന്നത്.
അതിന് പറയുന്ന ഒരു വ്യവസ്ഥിതി എന്താ? ദൈവം എന്ന് പറയുന്ന ഒന്നിനെ നിങ്ങൾ അംഗീകരിക്കണം. എന്തിനാണ് ദൈവത്തെ അംഗീകരിക്കുന്നത്? ദൈവത്തെ അംഗീകരിക്കാതെ മാനവരാശിയെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. മാനവരാശിയെ അതാണ് സൃഷ്ടി സൃഷ്ടാവ് എന്നുള്ള ഈ ഒരു വ്യത്യാസത്തിലെ മാനവരാശിയെ ഒന്നിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന ഈ ദൈവസങ്കല്പമാണ് ഖുർആന് പറയാനുള്ളത്. അല്ലാതെ മാനവരാശിയെ ഒന്നിപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാനൊരു പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കുക എന്ന് വിചാരിച്ചോളൂ. എന്റെ ഈ പ്രത്യയശാസ്ത്രം തമിഴ്നാട് അംഗീകരിക്കൂല, മറ്റൊരു രാജ്യക്കാരൻ അംഗീകരിക്കൂല, മറ്റൊരു പ്രദേശത്തുകാരൻ അംഗീകരിക്കൂല. ഒരു ദൈവത്തെ, ഇവിടെ അറിയപ്പെടുന്ന ഒരു ദൈവത്തെ മറ്റൊരു സ്ഥലത്ത് ആ ദൈവം അറിയപ്പെടുകയില്ല. ലോകത്തിന് മുഴുവൻ അറിയപ്പെടുന്ന ഏകനായ ഒരു ദൈവം, അതാണ് അവന്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കീഴിലുള്ളതൊക്കെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളൊക്കെ ഒന്നിക്കേണ്ടവരാണ്. ഈ സൃഷ്ടികൾക്ക് വേറെ ശത്രുക്കളില്ല എന്ന ഈ മാനവരാശിയെ ഒന്നിപ്പിക്കാൻ പറ്റുന്ന ഈ പ്രത്യയശാസ്ത്രമല്ലാതെ വേറെ ഏതിനാണ് അതിന് കഴിയുക എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുമെങ്കിൽ അത് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. മാനവരാശിയെ ഒന്നിപ്പിക്കാൻ ഈ പ്രത്യയശാസ്ത്രമേ പറ്റൂ. ദൈവം എന്ന ഈ സങ്കല്പം, സൃഷ്ടാവും സൃഷ്ടിയും, ഈ രണ്ട് വ്യത്യാസമല്ലാതെ മറ്റു വ്യത്യാസങ്ങൾ ഖുർആൻ പറയുന്നില്ല. മറ്റ് മുതലാളിത്തം എടുത്താൽ അതിന് ശത്രുക്കൾ സോഷ്യലിസവും കമ്മ്യൂണിസവും അതിന്റെ ശത്രുക്കളാണ്. സോഷ്യലിസവും കമ്മ്യൂണിസവും എടുത്താൽ മുതലാളിത്തം അതിന്റെ ശത്രുവാണ്. ഇവിടുത്തെ ഒരു ദൈവം തമിഴ്നാട്ടിലെ ആളുകൾക്ക് പരിചയമില്ല. അറബികളുടെ ഏതെങ്കിലും പ്രവിശ്യയിലെ ഒരു ദൈവം മറ്റൊരു രാജ്യത്തെയോ മറ്റൊരു പ്രവിശ്യയിലെയോ ആളുകൾക്ക് അത് പരിചയമില്ല. ഈ പ്രപഞ്ചത്തിനാകമാനം പരിചയമുള്ള ഏകനായ ഒരു സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് ആ സൃഷ്ടാവിന്റെ കീഴിലുള്ള എല്ലാ സൃഷ്ടികളും ഒന്നാണെന്നും ആ സൃഷ്ടികളൊക്കെ പരസ്പരം സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കാരുണ്യത്തോടും കൂടി ജീവിക്കുകയും ഒന്നിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഇതാണ് മാനവരാശിയെ ഒന്നിപ്പിക്കാനുള്ള ഏക പ്രത്യയശാസ്ത്രം. നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല, ഖുർആൻ ഇതിനപ്പുറത്തേക്ക് ഖുർആന് പറയാനില്ല. ഇങ്ങനെ ഏത് മേഖലകൾ നിങ്ങൾ എടുത്തോളൂ, ഏത് പ്രശ്നങ്ങൾ എടുത്തു നോക്കോളൂ. ഖുർആൻ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ കൽപ്പിച്ചപ്പോൾ ഇവർ തിന്മയെ അതിനേക്കാൾ കടുത്ത തിന്മ കൊണ്ട് വളർത്താൻ പ്രേരിപ്പിച്ചു. അതാണ് വേറിട്ട് നിൽക്കുകയാണ്. ഖുർആനിന്റെ ഓരോരോ വ്യത്യാസങ്ങൾ ഞാൻ എഴുതിയതാണ്. ഖുർആൻ തിന്മയെ നന്മ കൊണ്ട്, ഏറ്റവും നല്ലത് കൊണ്ട് ഖുർആൻ തിന്മയെ നേരിടാൻ കൽപ്പിച്ചപ്പോൾ ഇവർ പറഞ്ഞത് തിന്മയെ അതിനേക്കാൾ കടുത്ത തിന്മ കൊണ്ട്. ഇങ്ങോട്ട് അനാവശ്യം പറഞ്ഞാൽ അങ്ങോട്ട് അനാവശ്യം പറയാം, കണ്ടോടത്ത് വെച്ച് കഴുത്ത് വെട്ട്, ആളെ കൊല്ല, അതിനേക്കാൾ വലിയ തിന്മ കൊണ്ട് നേരിടാനാണ് ഖുർആനല്ലാത്ത പ്രത്യയശാസ്ത്രം. അങ്ങനെ ഹദീസെന്നൊന്നും പറയുന്നില്ല. ഖുർആനിന് പുറമെ ഖുർആനിന്റെ വിശദീകരണം എന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഖേന ലോകത്തിന് പഠിപ്പിക്കപ്പെട്ടതാണ്. വ്യത്യാസങ്ങളാണ് ഞാൻ പറയുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ചെയ്യാത്തവൻ മതനിഷേധി എന്ന് പറഞ്ഞപ്പോൾ സാധുക്കളെയും ദുരിതമനുഭവിക്കുന്നവരെയും അഗതികളെയും പരിഗണിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുകയും ചെയ്യാത്തവനാണ്. ആഹാരം എന്ന് പറയുമ്പോൾ ഇത് മാത്രം മനസ്സിലാക്കരുത് എന്നുള്ള അർത്ഥത്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവർക്ക് വേണ്ട ആഹാരം കൊടുത്തവരെ വളർത്തിക്കൊണ്ടുവരാത്തവനാണ് മതനിഷേധി എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ ഒരു സൃഷ്ടാവിനെ മാത്രം അംഗീകരിച്ചുകൊണ്ടൊരു മാനവരാശിയെ ഒന്നിപ്പിക്കാൻ പറയുമ്പോൾ ഇവരിതിനെ ഛിന്ന ഭിന്നമാക്കാൻ പറയുന്നു. തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് നേരിടാൻ ഖുർആൻ കൽപ്പിക്കുമ്പോൾ തിന്മയെ അതിനേക്കാൾ വലിയ തിന്മ കൊണ്ട് നേരിട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഹദീസ് മതം പറയുന്നു. ഇങ്ങനെ ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ഖുർആനും ഹദീസും വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഖുർആനിന്റെ ഇത് വിഷയം കുറെ നീണ്ടുപോകും, ആയത്ത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഖുർആൻ അനുസരിച്ച് ഒരു ലോകക്രമം ഇവിടെ വന്നാല്, ഖുർആൻ അനുസരിച്ച് ഒരു ലോകക്രമം വന്നാൽ ഒക്കെ കിട്ടാനേ ഉള്ളൂ, കൊടുക്കാനില്ല. അത് വിലമതിക്കാനാവാത്ത വസ്തുക്കളാണ് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മൂല്യമുള്ള അമൂല്യമായ വസ്തുക്കളാണ് നമുക്ക് കിട്ടാനുള്ളത്. കൊടുക്കാനൊന്നുമില്ല. ഇന്നത്തെ മതത്തിലൊക്കെ കൊടുക്കാനാ, വാങ്ങാൻ കുറച്ച് ആൾക്കാർ, പുരോഹിതന്മാർ മാത്രം. നമുക്ക് കൊടുക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. പുരോഹിതന്മാർക്ക് ഇങ്ങനെ കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് പിരിവ് അങ്ങനെ കൊടുക്കുക. കിട്ടാനൊന്നുമില്ല. ഇവനെ പറഞ്ഞ് ഫലിപ്പിക്കുക, അണക്ക് കിട്ടാനുണ്ട്, ഇജവിടെ നിന്നോ അണക്ക് അജ്ഞാതമായ ഒരു കേന്ദ്രത്തിൽ പോയിട്ട് എന്തൊക്കെയാണൊക്കെ കിട്ടാനുണ്ട്, അതുകൊണ്ട് മുഴുവൻ ഞങ്ങളിലേക്ക് തന്നോന്നാ. അപ്പൊ ഇന്നത്തെ മതത്തിൽ നമുക്ക് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ, നമുക്കൊന്നും ഇവിടുന്ന് കിട്ടാനില്ല. മറിച്ച് ഖുർആൻ ഇവിടെ നടപ്പാക്കിയാൽ, ഖുർആൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ആ ഇസ്ലാം ഇവിടെ വന്നാൽ എല്ലാവർക്കും കിട്ടാനേ ഉള്ളൂ, കൊടുക്കാനില്ല. ആർക്കാ കൊടുക്കാൻ? പരസ്പരം കൊടുക്കാനേ ഉള്ളൂ. വാങ്ങാൻ ആളുകളില്ല. പിതാവിന് അനുസരണം കിട്ടുന്നു, മകനില്ലെന്ന് ബഹുമാനം കിട്ടുന്നു.
ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടുന്നു, റെസ്പെക്ട് കിട്ടുന്നു. ഭർത്താവിന് ഭാര്യയിൽ നിന്ന് തിരിച്ച് കുടുംബങ്ങൾക്ക് പരസ്പരം സ്നേഹം കിട്ടുന്നു, വാത്സല്യം കിട്ടുന്നു, സംരക്ഷണം കിട്ടുന്നു. ഒക്കെ കിട്ടലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഖുർആൻ നടപ്പാക്കിയ, ഖുർആൻ പറയുന്ന ഒരു ആശയം ഇവിടെ വന്നാൽ ഇതൊന്നും വിലമതിക്കാൻ പറ്റാത്ത സാധനങ്ങളാ. സ്നേഹവും സംരക്ഷണവും അനുസരണവും റെസ്പെക്ട്, നമുക്ക് കിട്ടേണ്ട ബഹുമാനവും, നാം അയൽവാസിയിൽ നിന്ന് നമുക്ക് സംരക്ഷണമാണ് കിട്ടുന്നത്, അയൽവാസിയിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വമാണ് കിട്ടുന്നത്, അയൽവാസിയിൽ നിന്ന് നമുക്ക് സമാധാനമാണ് കിട്ടുന്നത്, അയൽവാസിയിൽ നിന്ന് നമുക്ക് ക്ഷേമമാണ് കിട്ടുന്നത്, അയൽവാസിയിൽ നിന്ന് നമുക്ക് സഹായമാണ് കിട്ടുന്നത്. ഒക്കെ കിട്ടുകയാണ്. അതാണ് വിലമതിക്കാനാവാത്ത ഒരു അമൂല്യമായ വസ്തുക്കളാണ് ഖുർആൻ ഇവിടെ നടപ്പാക്കുമ്പോൾ ലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ഖുർആൻ നടപ്പാകുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെ വന്നാൽ കിട്ടാനാണുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാകേണ്ടത് നിങ്ങൾക്ക്. ആ വസ്തുക്കളാകട്ടെ അമൂല്യമായ വസ്തുക്കളാണ്, അമൂല്യമായ വസ്തുക്കളാണ്. നിങ്ങൾ എനിക്ക് 10 രൂപ തന്നാൽ, 100 രൂപ നിങ്ങൾ തന്നാൽ അത് ചെലവായാൽ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ നൽകുന്ന സുരക്ഷിതത്വ ബോധം, നിങ്ങൾ നൽകുന്ന കരുണ, നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം, നിങ്ങൾ എനിക്ക് നൽകുന്ന സമാധാന അന്തരീക്ഷം, ഇത് അമൂല്യമാണ്. അതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. ഇത് അമൂല്യമായ രത്നങ്ങളാണ്, വിലമതിക്കാനാവാത്ത വസ്തുക്കളാണ്. ഈ അമൂല്യമായ രത്നങ്ങൾ, ഈ അമൂല്യമായ വസ്തുക്കൾ ഖുർആനിനല്ലാതെ ലോകത്ത് എന്തിനു കൊടുക്കാൻ കഴിയും ഞങ്ങൾ പറയുന്നത്? ഇങ്ങനത്തെ സംരക്ഷണ ബോധം നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്താ നടപ്പാക്കാത്തത്? ഇത് ഹുദല്ലിന്നാസി ആണോന്ന്? ഈ ഹുദല്ലിന്നാസി മാത്രം വിശദീകരിക്കാം ഇന്നിപ്പോൾ ഒരു 2 മണിക്കൂർ. അപ്പൊ ഈ ആയത്ത് മുഴുവൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ പറ്റൂല. ഇത് മാനവരാശിക്ക് പറ്റൂല. ഇത് കൊടുക്കാൻ ഇന്നിപ്പോ ഇന്നത്തെ മതത്തിൽ കൊടുക്കാനേ നമുക്കുള്ളൂ, കിട്ടാനൊന്നുമില്ല. നമ്മളെ ചൂഷണം ചെയ്യുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ മഹലിൽ നിന്ന് പുറത്ത് നമ്മളെ ശത്രുവാക്കുന്ന, അയൽവാസി ക്രിസ്ത്യാനി ആണെങ്കിൽ അവനെ ശത്രുവാക്കുന്ന, നമ്മുടെ ഏട്ടൻ സുന്നിയാണെങ്കിൽ നമ്മളെ ശത്രുവാക്കുന്ന, ഏട്ടൻ മുജാഹിദാണെങ്കിൽ നമ്മളെ ശത്രുവാക്കുന്ന, നമ്മുടെ വാപ്പ വേറെ ഏതെങ്കിലും ജമാഅത്തുകാരനാണെങ്കിൽ നമ്മളെ ശത്രുവാക്കി കാണുന്ന ഇതാണ് ഇന്ന് പറയുന്ന മതം. ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഖുർആൻ ഇതാണ്. ഖുർആൻ ഇവിടെ നടപ്പാക്കുമ്പോൾ കിട്ടാനേ ഉള്ളൂ, കൊടുക്കാനില്ല. ആ കിട്ടാനുള്ള വസ്തുക്കളാകട്ടെ അമൂല്യമായ വിലമതിക്കാനാവാത്ത വസ്തുക്കളാണ് താനും. നിങ്ങൾ എനിക്ക് 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ എന്ന അത് ഒരു ഹോട്ടലിൽ കയറിയാൽ കഴിഞ്ഞു. പക്ഷേ ഒരു സുരക്ഷിതത്വ ബോധം, അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സുരക്ഷിതത്വ ബോധമുണ്ട് എന്ന് പറയുന്ന, എനിക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്ന, എൻ്റെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന, ഞാൻ രാത്രി എൻ്റെ തല അറുത്തു കൊണ്ടുപോകപ്പെടുകയില്ല എന്ന് പറയുന്ന സുരക്ഷിതമായ ഒരു ഉറക്കം കിട്ടുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം അതിന് വിലമതിക്കാനാവില്ല സഹോദരങ്ങളെ. അങ്ങനത്തെ ഒരു ചുറ്റുപാട്, അതാണ് മുസ്ലിം, അതാണ് മോമിൻ, അതാണ് ഹുദല്ലിന്നാസി, അതാണ് ഇത്. ലോകത്തിന് ഗൈഡൻസ് ആണ്, മാനവരാശിക്ക് മാർഗദർശനമാണ് ഈ ഖുർആൻ സമ്മാനിക്കുന്നത്, പ്രദാനിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ അതാണ് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. മാർഗദർശനത്തിന്റെ മുഴുവൻ വിശദീകരണമാണിത്. ഇത് വിശദീകരണം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് എങ്ങനെ കൈ ചൂണ്ടണം, എവിടെ വിരൽ കെട്ടണം, എവിടെ കൈ കെട്ടണം, എങ്ങനെ കടന്നിറങ്ങണം, എങ്ങനെ കക്കൂസിലിരിക്കണം, എങ്ങനെ ഓപ്പറേഷൻ നടത്തണം, എങ്ങനെ മിസൈൽ വിടണം, ഇതൊക്കെ പറയണ്ടേ? ലോകത്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഇവന്റ്സുകൾ, സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ വിശദീകരണത്തിലുണ്ടോ? ഇനിയും ലക്ഷക്കണക്കിന് സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക. അതിനൊക്കെ വിശദീകരണത്തിലുണ്ടോ? അത് മൗലികതയിലാണ് ഖുർആൻ പിടിക്കുന്നത്. അതാണ് ഖുർആന്റെ വിശദീകരണം എന്ന് പറയുന്നത്. മൗലികതയിലാണ് ഖുർആൻ പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഇവനിൽ സത്യം എന്ന് പറയുന്ന, കരുണ എന്ന് പറയുന്ന, ദയ എന്ന് പറയുന്ന, സ്നേഹം എന്ന് പറയുന്ന ഈ മൗലികമായ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കി തീർത്താൽ ഇനി ഇവനോട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വൃത്തി എന്ന് പറയുന്ന മൗലികമായ ഒരു ഭാവം ഇവനിൽ ഉണ്ടാക്കി തീർത്താൽ ഇനി ഓരോ കാര്യവും പറയുമ്പോൾ അവനോട് പറയണ്ട. പറഞ്ഞ മനസ്സിലായോ? ഇനി ഓരോ സംഭവങ്ങളും ഞാൻ കാലെഴുകുമ്പോൾ എങ്ങനെയെന്ന് പറയണ്ട, എന്റെ സഹജീവിയോട് ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയെന്ന് പറയണ്ട, ഞാൻ ഓപ്പറേഷൻ നടത്തുമ്പോൾ എങ്ങനെയെന്ന് പറയണ്ട, ഞാനൊരു പാലുണ്ടാക്കുമ്പോൾ എങ്ങനെയെന്ന് പറയണ്ട, ഞാനൊരു മിസൈൽ വിടുമ്പോൾ എങ്ങനെയെന്ന് ഇനി പറയണ്ട. കാരണം എന്നിൽ ഈ ഭാവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഖുർആൻ.
തന്റെ സഹജീവിയെ ഓപ്പറേഷൻ നടത്തുന്ന ഒരു ഡോക്ടറിൽ കരുണ, ദയ, സ്നേഹം, സഹജീവി സ്നേഹം ഇതൊക്കെ ഇവനിൽ ഉണ്ടാക്കി, ഇത് എങ്ങനെ സാധുവിനെ എളുപ്പമാക്കി തീർക്കാം, എങ്ങനെ അവനെ അറുക്കാതിരിക്കാം, എങ്ങനെ അവനോട് ഇത് ചെയ്യാം, ഇത് ഇവനിൽ ഉണ്ടാക്കി തീർത്തു. ഇനി ഓരോന്നും പറയണ്ട. ഞാൻ പറയണത് വരുന്നോടത്താ ഖുർആൻ പിടിക്കണത്. അതിന്റെ മൂല സ്രോതസ്സിലാണ് ഖുർആൻ കൈകാര്യം ചെയ്യണത്. ഇവർ ഈ പറയണത് എങ്ങനെ കൈ കഴുകണമെന്ന് കിട്ടുമോ? ചോറ് കഴിക്കണതിന് മുമ്പ് കൈ കഴുകാൻ അതിലുണ്ടോ? ചോറ് കഴിച്ച ശേഷം കൈ കഴുകാൻ അതിലുണ്ടോ? ഇങ്ങനെ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ലോകത്തുണ്ടാകുന്ന, അത് ഞാൻ പറഞ്ഞ മൗലികതയിലാണ്, അടിസ്ഥാന വേരിലാണ് ഖുർആൻ വളം ചെയ്യണത്. ബേസിക്കലായിട്ട് അതായത് ഓരോ ശാഖകളിലും കൊണ്ടുപോയി വളം വെക്കല്ല ചെയ്യണത്, ഓരോ കൊമ്പിലും കൊണ്ടുപോയി വളം തേക്കല്ല ചെയ്യണത്. ഖുർആൻ വേരിലാണ് വളം ചെയ്യുന്നത്. ഈ വേരിൽ ഇത് കൊടുത്താൽ അതിന്റെ ശാഖകളിലേക്ക്, ഇനി അതിന് എത്ര ശാഖകൾ ആ മരത്തിനുണ്ടായാലും അതിൽക്കൊക്കെ ഇതിന്റെ ഫലം പോയിക്കോളും. ഓരോ ഇലയിലും ഓരോ ചില്ലയിലും ഓരോ ഞരമ്പിലും ഓരോ വരയിലും കൊണ്ടുപോയി വളം തേക്കണ്ട എന്നതുപോലെ തന്നെയാണ് ഖുർആൻ മൗലികതയിലാണ്. അപ്പൊ ബയ്യിനാത്തിൻ മിനൽ ഹുദാ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇത് മാർഗദർശനത്തിന്റെ വിശദീകരണങ്ങളൊക്കെ ഇതിലുണ്ടോന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൽ മൗലികതയിലാണ് ഓരോന്നിന്റെയും കൈവെക്കൽ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഇടപാട് നടത്തുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് പെരുമാറുമ്പോൾ, നിങ്ങളോടൊരു വാക്ക്, എന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ, എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവരോട് തലോടിക്കൊണ്ടല്ലാതെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹം, കരുണ, ദയ, ഒരു ചൂരലെടുത്തിട്ട് 16 കൊടുക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയെ വിലയിരുത്താൻ ഞാൻ പഠിക്കണം. അവന്റെ മാനസികാവസ്ഥ എത്ര എത്തിയിട്ടുള്ളൂ. 10 വയസ്സായ കുട്ടിക്കല്ല 15 വയസ്സായ കുട്ടി, 15 വയസ്സായ കുട്ടിയല്ല 20 വയസ്സായ കുട്ടി, 20 വയസ്സായ ആളല്ല 30 വയസ്സായ ആള്. ഇവൻ എത്ര കണ്ട് ഈ രംഗത്ത് വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവനോടുള്ള പെരുമാറ്റം, അവനോടുള്ള സഹവർത്തിത്വം, അവനോടുള്ള ഡീലിങ് ഇതൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുകയാണെങ്കിൽ 1000 കിതാബെങ്കിലും ഇനി എഴുതേണ്ടി വരും. 1000 ഖുർആനെങ്കിലും ഇനി ഇറക്കിയാലും തീരുവില്ല, ചുരുങ്ങിയത്. അതാണ് ബയ്യിനാത്തിൻ മിനൽ ഹുദാ. ഖുർആൻ വിശദീകരണമാണിത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും, ഹക്കും ബാത്തിലും വേർതിരിച്ചുകൊണ്ട്. ഏതൊക്കെയാണ് ഹക്ക്? അവകാശങ്ങൾ ഏതൊക്കെയാണ്? അവകാശങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? മൻ ഷഹിദ മിൻകും ശഹ്റ. ആരെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിന്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സന്ദർഭത്തിന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിറ്റ്നസ് ആവുകയാണെങ്കിൽ, സാക്ഷികളാവുകയാണെങ്കിൽ, ഫല്യസുംഹു, അതിനെ അവന്റെ സമൂഹത്തിൽ നിന്നും അവനിൽ നിന്നും നിർത്തൽ ചെയ്യട്ടെ, അതിനെ അവസാനിപ്പിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞത്. സാമാന്ന് പറഞ്ഞല്ലോ, അതിനെ നിർത്തൽ ചെയ്യുക. ഇസ്ലാമികമായ വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്റ്റോപ്പ് ചെയ്യുക. ഇവർ പറയുന്ന ഭക്ഷണപാനീയങ്ങൾ തിന്നൽ നിർത്തുക എന്നാണ്. അൽ ഇംസാക്കു അനിത്ത ആമി വഷറാബി എന്നാണ് അതിന് പണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാനം. ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കൽ നിർത്തുക എന്നാണ്. നമ്മളതല്ല പറയണത്. അസിയാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ മുഴുവൻ നിർത്തൽ ചെയ്യുക. അപ്പോൾ അക്രമവും അനീതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും ഹക്കും ബാത്തിലും വിരുദ്ധമായ പ്രവർത്തനങ്ങളും, എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടപ്പിലാകുന്നുവോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ സാഹചര്യത്തിനോ നിങ്ങൾ എപ്പോഴെങ്കിലും വിറ്റ്നസ് ആവുകയാണെങ്കിൽ, സാക്ഷികളാകുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും ശരി, അതിനെ നിങ്ങൾ ഇല്ലാതാക്കണം, അതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, നിർത്തൽ ചെയ്യണം എന്നാണ് ഖുർആൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഒന്നുകൂടി പറയാം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു. ഈ അൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അതിതീക്ഷ്ണമായ ചൂടേറിയ ഒരു സാഹചര്യത്തിലാണ്. ഹുദൻ ലിന്നാസി, മാനവരാശിക്കുള്ള ഗൈഡൻസ്, മാർഗദർശനവുമായിക്കൊണ്ട്, ബയ്യിനാത്തിൻ, വിശദീകരണവുമായിക്കൊണ്ടും, മിനൽ ഹുദ, മാർഗദർശനത്തിന്റെ വിശദീകരണമായിക്കൊണ്ടും, വൽ ഫുർഖാൻ, ഫറക്കാൻ എന്ന് പറഞ്ഞാൽ വേർപിരിക്കുക, സത്യവും അസത്യവും ഹക്കും ബാത്തിലും. ഇന്ന ആളുകളുടെയൊക്കെ അവരുടെ അവകാശങ്ങൾ ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ഇന്നതൊക്കെ ബാത്തിലാണ്, അനർഹമായിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി വേർതിരിച്ചുകൊണ്ട് ഇറങ്ങി.
അർഹതപ്പെട്ടതല്ലാത്ത മനുഷ്യരുടെ അവകാശങ്ങൾ മുഴുവൻ മനുഷ്യരുടെ ഹക്കുകൾ കവർന്നെടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത് ഹക്ക് ഇന്നത് ബാത്തില്, ഇന്നത് ഹക്ക് ഇന്നത് ബാത്തില് എന്ന് വേർതിരിച്ചുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്നതൊക്കെ ഹക്കാണ്, ഇന്നതൊക്കെ ബാത്തിലാണ്. മനുഷ്യരെ കൊച്ചാക്കി സംസാരിക്കൽ, മനുഷ്യരെ ഇകഴ്ത്തി സംസാരിക്കൽ, മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുക്കൽ, അവന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യൽ, അവൻ അവകാശപ്പെട്ടതൊക്കെ എന്റെ സ്വായത്തമാക്കൽ, ഞാൻ ചൂഷണം ചെയ്ത് കവർന്നെടുക്കൽ, ഇതൊക്കെ ബാത്തിലാണ്, ഇതൊന്നും ഹക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹക്കേത് ബാത്തിലേത് എന്നൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. അതാണ് ഇനി ശേഷം പറയുന്നത്. അതിനി അവിടേക്ക് എത്താം. ഫമൻ ഷഹിദ മിൻകും മുശ്ശഹറ, ഫമൻ ഷഹിദ, അതുകൊണ്ട് ആരെങ്കിലും ഷഹിദ സാക്ഷിയാവുകയാണെങ്കിൽ, വിറ്റ്നസ് ആവുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, അവര് പറയുന്ന വ്യാഖ്യാനം പോട്ടെ, ഇവര് പറയണത് ആരെങ്കിലും ഈ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ നോൽക്കട്ടെ, അവർ ജീവിച്ചിരിക്കണവർ ചെയ്തോട്ടെ. ഫമൻ ഷഹിദ മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിറ്റ്നസ് ആവുകയാണെങ്കിൽ, സാക്ഷിയാവുകയാണെങ്കിൽ, ആ ഷഹ്റ, അതുപോലത്തെ ഒരു സാഹചര്യത്തിന്, മുകളിൽ പറഞ്ഞ ഈ ഷഹ്റു റമദാൻ പോലെയുള്ള, അതാണ് അഷഹ്റ എന്ന് പറയുന്നത്. ആ ഷഹറിന്, ഏത് ഷഹറിന്? റമദാനാവുന്ന ഒരു ഷഹറിന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സാക്ഷികളാവുകയാണെങ്കിൽ ഫൽയസുംഹു, അതിനെ അവൻ നിർത്തൽ ചെയ്യട്ടെ, അതിനെ അവൻ അവസാനിപ്പിക്കട്ടെ. സ്റ്റോപ്പ് എന്നാണ് ആ ഭാഷയുടെ അർത്ഥം. അതിനവൻ നിർത്തൽ ചെയ്യണം. ആരിൽ നിന്ന്? അവനിൽ നിന്നും നിർത്തണം, അവന്റെ സമൂഹത്തിൽ നിന്നും അതിനെ നിർത്തൽ ചെയ്യണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അങ്ങനെ നിർത്തൽ ചെയ്തുകൊണ്ട് ലോകത്തിന് വളരെ എളുപ്പമുള്ള ഒരു ജീവിതം ഉണ്ടാക്കി തീർക്കാനാണ് നിങ്ങളിലൂടെ അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതാണ് യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നു ബിക്കും, നിങ്ങളെയും കൊണ്ട്. അല്ലാതെ യുരീദുല്ലാഹു ലക്കും എന്നല്ല, നിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്നല്ല, നിങ്ങളെയും കൊണ്ട് നമ്മൾ ചെയ്യണത്. അതാണ് വൈദ ഫറക്കിന ബിക്കുമുൽ ബഹറാന്നല്ലോ, സമുദ്രം നിങ്ങളെയും കൊണ്ട് പിളർത്തിയെന്നാണ്. അത് പിന്നെ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് സമുദ്രം. നിങ്ങളെ കൊണ്ട് സമുദ്രം എങ്ങനെ പിളർത്തുകയാണല്ലോ. നിങ്ങൾക്ക് സമുദ്രം പിളർത്തി തന്നു എന്നല്ല, നിങ്ങളെ കൊണ്ട് പിളർത്തിയെന്നാണ്. സമുദ്രം ഏതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് യുരീദുല്ലാഹു ബിക്കും, നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലളിതമായ ഒരു ജീവിതം ഉണ്ടാക്കി തീർക്കാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുകളിൽ പറഞ്ഞ ആ ഒരു സംവിധാനം ലോകത്ത് വന്ന വളരെ ലളിതമായ, ഐശ്വര്യപൂർണമായ, സമാധാനപൂർണമായ ഒരു ജീവിതം നിങ്ങളിലൂടെ നിങ്ങൾക്കുണ്ടാക്കി തീർക്കാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇറങ്ങി വന്നൊന്നും ചെയ്തു തരൂല. അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. അള്ളാഹ് ഒക്കെ ഇറങ്ങി വന്നിങ്ങനെ ഒക്കെ ചെയ്തു തരും. അതുകൊണ്ടാണ് അള്ളാഹിനെ നമ്മൾ വിമർശിക്കുന്നത്. അല്ല എന്താ അത് ചെയ്യാത്ത, അല്ല എന്താ ഇത് ചെയ്യാത്ത, അല്ല എന്താ സുനാമി തടുക്കാത്ത, അല്ല എന്താ ഭൂകമ്പം തടുക്കാത്ത, അല്ല എന്താ മഴ തടുക്കാത്ത, അല്ല എന്താ പ്രളയം തടുക്കാത്തെന്ന. ഇത് തടുക്കുന്ന ജനങ്ങൾ. കടലിന്റെ നടുവിൽ ഭിത്തികൾ കെട്ടി സുരക്ഷിതമായി കഴിയുന്ന രാജ്യങ്ങളുണ്ട്. അതെന്താണ്? അവർ സുരക്ഷിതത്വം ഉണ്ടാക്കി. ഇത് കടൽ മുഴുവൻ കയ്യേറിയിട്ട് ഉള്ളിലേക്ക് പോയി കയറി താമസിച്ചിട്ട് കടലെന്താ ഞങ്ങൾ അല്ലെന്താ കാക്കാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില രാജ്യങ്ങളുണ്ട്, രാജ്യങ്ങൾ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചില രാജ്യങ്ങളുണ്ട് സമുദ്ര അതിർത്തിയിൽ, സമുദ്ര തീരത്ത് താമസിക്കുന്ന വലിയ കൂറ്റൻ ഭിത്തികൾ പണിതിട്ട് സുരക്ഷിതമായി അവർ ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട്, ചില രാജ്യങ്ങൾ ലോകത്ത്. അതെന്താണ്? അത് അവരിലൂടെ അള്ളാഹു ഉണ്ടാക്കി തീർക്കുകയാണ്. ഇത് ഉള്ള കടലും കടന്ന് കടലിന്റെ ഉള്ളിലേക്ക് പോയി പെര വെച്ചിട്ട് പിന്നെ കടൽ വന്ന് കയറി ഈ പെര കൊണ്ടായിട്ട് പറയാം എന്താ അള്ള കാക്കാത്തത്. അതാണ് നിങ്ങളിലൂടെ അക്രമം, അനീതിയും അരാജകത്വങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ അള്ള ഇവിടെ സമാധാനം ഉണ്ടാക്കാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് കുറച്ച് വിശദീകരണം അർഹിക്കുന്ന വാക്കാണത്. യുരീദുല്ലാഹു ബിക്കും, നിങ്ങളിലൂടെ നിങ്ങളെയും കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു അൽ യുസ്റ, ലളിതമായ, എളുപ്പത്തിലുള്ള, വളരെ ലളിതമായ ഒരു ജീവിതമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. വലാ യുരീദ്, ഈ ഒരു നേരം പട്ടിണി അടക്കാന്നുള്ളത് വലിയ പ്രയാസമൊന്നുമില്ല. ഉണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ നമ്മളെ സംഭവം മനസ്സിലാക്കിയ ഉച്ചക്കൊരു നേരം ഭക്ഷണം ഒഴിവാക്കലും മഹാത്യാഗാന്നാണ്. നിങ്ങൾ എന്നോട് 2 ദിവസം പട്ടിണി അടക്കാൻ പറഞ്ഞോളൂ, അത് വലിയ ത്യാഗമൊന്നുമില്ല, അതൊരു ത്യാഗമല്ല. പക്ഷെ എനിക്ക് കിട്ടേണ്ട അനർഹമായ ഒരു സ്വത്ത് വേണ്ടാന്ന് വെക്കല് അത് പ്രശ്ന. ഇതിന്റെ അവകാശികളുടെ അവകാശം മുഴുവൻ തോൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് അത് പ്രശ്ന.
എന്റെ സഹോദരന് എന്നേക്കാൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്നേക്കാൾ ബുദ്ധിയുണ്ട്, എന്നേക്കാൾ അറിവുണ്ട്. പക്ഷെ അവനെ മറികടന്ന് ഞാൻ കാശ് കൊടുത്തിട്ട് പിന്നാമ്പുറത്ത് കൂടി ആ ജോലി കരസ്ഥമാക്കാതിരിക്കുക എന്നുള്ളത് കുറച്ച് ത്യാഗം. അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യമാണ്. അവിടേക്കാണ് ഇവന്റെ ത്യാഗം കാണേണ്ടത്. അവിടെയാണ്. എന്റെ കുട്ടി പൊട്ടനാ, പക്ഷെ എന്റെ ഏട്ടന്റെ കുട്ടി ബ്രില്യൻ്റ് ആണ്, ഭയങ്കര കഴിവുള്ള ബ്രില്യൻ്റ് ആണ്. പക്ഷെ അവൻ പഠിപ്പിക്കാൻ പോകാതെ അവൻ കൂലിപ്പണിക്കാൻ പോണത്. അവനെ കുട്ടിനെ പഠിപ്പിക്കാൻ കഴിവില്ല. പക്ഷെ എന്റെ പൊട്ടൻ കുട്ടിനെ 50 ലക്ഷം കൊടുത്തിട്ട് MBBS പറഞ്ഞയക്കാൻ ഞാൻ അതൊഴിവാക്കി ആ ബ്രില്യൻ്റായ കുട്ടിയെ പറഞ്ഞയക്കാനുള്ള മഹാമനസ്കത കാണിക്കുന്നുണ്ടോ? അവിടെയൊക്കെയാണ് ഇവന്റെ ത്യാഗം കാണേണ്ടത്. അല്ലാതെ ഉച്ചക്ക് ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി അതിന്റെ 4 ഇരട്ടി രാവിലെയും വൈകുന്നേരം അടിച്ച് പൂസായി വയറും വീർപ്പിച്ച് കടക്കല് മഹാത്യാഗാണെന്ന് അവർ പറയുന്നത്. എന്ത് ത്യാഗാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ത്യാഗത്തിന്റെ അർത്ഥം പോലും അറിയില്ല. ഇങ്ങനെ ത്യാഗം എന്ന വാക്കിനെന്നെ ഇവര് മോശമാക്കിയെന്ന എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണോ മഹാത്യാഗം? ജീവിതത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, സത്യം ഉൾക്കൊണ്ടുകൊണ്ട്, ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട്, നീതി ഉൾക്കൊണ്ടുകൊണ്ട്, സഹജീവി സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനത്തെ പ്രവർത്തനത്തിലൂടെ ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ത്യാഗം. അതാണ് ശരിയെന്ന് തോന്നുന്നത്. ഖുർആൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഖുർആൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഹദീസിന്റെ പിന്നാലെ പോകുക. രാത്രി 3 മണിക്ക് നീച്ച് ആൾക്കാരെ നീപ്പിച്ചാൽ നടന്നിരുന്നു ഖുർആൻ ഓടിയിട്ട്. ആ ഭ്രാന്ത് കടന്നുറങ്ങലാണ് അവിടുത്തെ ത്യാഗം. അവനെ കടന്നുറങ്ങാൻ അനുവദിക്കുക എന്നുള്ളതാണ് ത്യാഗം. അവന് രാത്രി 3 മണിക്ക് നീച്ചിട്ട് ഈ ഒരു ടൈമിങ്ങും ഇല്ലാത്ത, ഒരു ശാസ്ത്രീയതയില്ലാത്ത ഭക്ഷണ രീതി. എന്ത് ശാസ്ത്രീയതയെന്ന് എനിക്കറിയില്ല. ഒരു ശാസ്ത്രീയതയില്ലാത്ത ഭക്ഷണ രീതി. ഇതൊക്കെയാണ് മഹാത്യാഗങ്ങളായിട്ട് കാണുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കടന്നുറങ്ങുക, 4 മണിക്ക് എണീറ്റിട്ട് ഇല്ലതൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ വീണ്ടും തിന്നുക, പിന്നെയും കിടന്നുറങ്ങുക. ഇങ്ങനെ ഒരു അലസതയുടെയും പണിമുടക്കിന്റെയും ഹർത്താലിന്റെയും ഒരു മാസം ഉണ്ടാക്കി തീർക്കുന്ന, ലോകത്ത് ഒരു പണിയും നടക്കാത്ത, എല്ലാ ഓഫീസുകൾ മുഴുവൻ അടച്ചിട്ട് എല്ലാ പണിയും ബ്ലോക്ക് ചെയ്ത് ഒക്കെ ഹർത്താൽ ആചരിക്കുന്ന ഒരു മുസ്ലിം സമൂഹം ലോകത്തിന് ചെയ്യുന്ന ത്യാഗമാണെന്നും മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ബുദ്ധി വെച്ചിട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ഇനി അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബുദ്ധി വരികയാണെങ്കിൽ അപ്പെടുക്കാം. ഏതായാലും ഇപ്പല്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിന് ത്യാഗം എന്ന് പറഞ്ഞാൽ വരെ ഈ സമൂഹത്തിനെ എങ്ങനെ പരിവർത്തിപ്പിച്ചെടുക്കും എന്നാണ് എനിക്ക് മനസ്സിലാകാം. എങ്ങനെ ഈ സമൂഹത്തിന് സത്യം പറഞ്ഞു കൊടുക്കും? എന്താ ഇവർക്ക് തന്നെ ഗുണകരമായ ഈ ആശയം എന്താ ഇവർ മനസ്സിലാക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സമൂഹത്തിന് തന്നെ ഗുണകരമാണിത്. ഇതിന് ഈ ഇതിന്റെ ഗുണഭോക്താക്കളാ ഇതിന് എതിര് നിൽക്കണമെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായത്. ഇത് നടപ്പിൽ വന്നാൽ ഇതിന്റെ ഗുണഭോക്താക്കൾ ഇവിടുത്തെ പാവപ്പെട്ടവരാണ്, ദുരിതം അനുഭവിക്കുന്നവരാണ്. കുറച്ച് മുതലാളിമാരും കുറച്ച് പുരോഹിതന്മാർക്കും മാത്രമേ ഇപ്പോഴത്തെ വ്യവസ്ഥിതി കൊണ്ട് മെച്ചമുള്ളൂ. 90% ഈ വ്യവസ്ഥിതി ദോഷമാണ്. ഈ 90% ബെനിഫിറ്റ് കിട്ടുന്ന, ഗുണം കിട്ടുന്ന അവരാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകേണ്ടത്. അവരാണ് ഇതിനെ എതിർക്കാൻ മുന്നിൽ നിൽക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നിൽ നിന്ന് മുണ്ടിട്ട് മുറുക്കാൻ മുന്നിലിറങ്ങുന്നത്, കല്ലെടുത്തെറിയാൻ മുന്നിൽ നിൽക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്. കല്ലെടുത്തെറിയാൻ വീഴുന്നത്. എന്തുകൊണ്ട് ഈ സമൂഹം ഇതിന്റെ ഗുണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഇത് ഒരാളുടെ മാത്രമല്ല, ലോക ചരിത്രം ഇങ്ങനെയാണ്. ഏതൊക്കെ പരിഷ്കർത്താക്കളും പ്രവാചകന്മാരും ലോകത്ത് വന്നിട്ടുണ്ടോ അവരെയൊക്കെ ഇകഴ്ത്തിയിട്ടും അവരെയൊക്കെ ഒന്നുമല്ല, വിഷയത്തിന് പോയി, അവരെയൊക്കെ ഒന്നുമല്ലാതാക്കിയ ചരിത്രമാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ സമൂഹം തെറ്റായിട്ട് മനസ്സിലാക്കുന്നതൊക്കെ. ഇപ്പൊ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അംഗീകരിക്കുക വേണ്ടത്. അപ്പൊ തോന്നുക പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പോരാ, സ്ഥാനം പോരാ, അപ്പൊ മൂപ്പരൊരു മാജിക് ചെയ്യാനും കൂടി ആക്കണം. പ്രവാചകനോളം സ്ഥാനം ആർക്കാളുള്ളത്? ഞാൻ പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്. പ്രവാചകത്വ പദവി എന്ന് പറയുന്നത് ഉന്നതമായ പദവിയാണത്. അതിനോളം വലിയ ഉന്നതമായ പദവി ഒരു മാഷക്കില്ല, ഒരു ഭരണകർത്താവിനില്ല, ഒരു മാജിക്കിയറിനില്ല. പക്ഷെ നമ്മുടെ സമൂഹം എന്താ മനസ്സിലാക്കിയത്? അത് ഉന്നതമായ പദവി അല്ല എന്നാ. അപ്പോൾ ഈ പ്രവാചകന്മാരെന്താക്കി? മാജിക്കിയറാക്കി. വടിയിട്ട പാമ്പാകുക, തുപ്പിയ ചോറ് കൂരുക, ഒന്ന് ഊതിയ വെള്ളം തോനെയാകുക, ഒന്ന് മന്ത്രിച്ചൂതിയ ഒരാൾക്ക് തിന്നണ്ട ചോറ് 500 ആൾക്കാകുക, ഒരു വടിയിട്ട പാമ്പായി പോവുക. ഇങ്ങനെ ഇവരെ മാജിക്കുകാരെന്ന് പറയുന്ന സ്ഥാനം വളരെ കുറവാണ്.
ഈ സമൂഹത്തിനൊക്കെ വിപരീത തോന്നണത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നേരിട്ട്, പടച്ചതമ്പുരാനിൽ നിന്ന് നേരിട്ട് അപ്പോയിന്റ് കിട്ടിയിട്ട് ആ ദൗത്യം നടപ്പാക്കുക എന്ന് പറയുന്ന, ആ ദൂത് നടപ്പാക്കുക, ദൂത് പ്രചരിപ്പിക്കുക, ദൂത് സമൂഹത്തെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഉന്നതമായ ജോലി ചെയ്യുന്ന ആളാ. അവരുടെ കീഴിലാ മാജിക്കിയറിന്, അവരുടെ കീഴിലാ മാഷ്, അവരുടെ കീഴിലാ ഒരു മന്ത്രവാദി, അവരുടെ കീഴിലാ ഒരു ഭരണാധികാരി. പക്ഷേ പോരാന്ന്, നിങ്ങൾ പ്രവാചകനായ പോരാ, നിങ്ങൾ മാജിക്കിയറിനാകണം. എന്താ പിന്നെ ഞാനൊരു മനുഷ്യനാന്ന് അല്ല, നിങ്ങൾ മനുഷ്യനല്ലാന്ന് അല്ല പറയും. ഞാനൊരു മനുഷ്യനാ നിങ്ങൾ പറയുന്നത് അല്ല പറയിപ്പിക്കുക. ജനം പറയാം അല്ല നിങ്ങൾ മനുഷ്യനല്ലാന്ന്, നിങ്ങൾ മനുഷ്യനല്ലാന്ന്. ഇങ്ങനെ ഈ ഒക്കെ വിപരീതം, പറഞ്ഞതിനൊക്കെ നേരെ വിപരീതം. ഉന്നതമായ സ്ഥാനം അല്ല കൊടുത്തത് പ്രവാചകത്വ പദവി എന്ന് പറയുന്നത് ഉന്നതമായ പദവിയാണ്. കാരണം ദൈവത്തിൽ നിന്ന് നേരിട്ട് മെസ്സേജ് കിട്ടി, അപ്പോയിന്റ് കിട്ടി, അത് ലോകത്തിനെ പഠിപ്പിക്കാൻ വന്നതാ ദൂതന്മാർ മുഴുവൻ. അത് ഉന്നതമായ പദവിയാണ്. നമ്മളെ ആളുകൾ വിചാരിച്ചത്. അപ്പൊ നമ്മളെ സംഭവം മൂപ്പർക്ക് സ്ഥാനം പോരാ, മൂപ്പര് ആകാശത്ത് കൂടി പറക്കണം. ആകാശത്ത് കൂടി പറക്കണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പൊ ആകാശത്ത് കൂടി പറക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മനസ്സിലായ, സ്ഥാനം കുറഞ്ഞു. ഇപ്പോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ആകാശത്ത് കൂടി പറക്കാൻ തുടങ്ങി. അപ്പൊ അതാണ് അള്ള വെച്ചു കൊടുത്ത ആ സ്ഥാനത്തെ അംഗീകരിക്കുക. അതിനി അതിജയിക്കാൻ വേറൊരു പദവിയില്ല. അതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞതിനെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തോന്നുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ മറികടന്ന് മറ്റൊന്ന് വരും. പ്രവാചകന്മാർ പറയുമ്പോൾ അവരെ പ്രവാചകന്മാരായിട്ട് കണ്ടാൽ മതി. അവരെ മാജിക്കിയറിനാക്കണ്ട, അവരെ തുപ്പണാളാക്കണ്ട, തുപ്പിയിട്ട് വസ്ത്രം പിന്നെ അവരുടെ തുപ്പലം സെൻഡാക്കണ്ട. അവരൊന്ന് ഊതിയാൽ അല്ലെങ്കിൽ അവരൊന്ന് തൊട്ടാൽ, അവരൊന്ന് ലേശം ആ ഭക്ഷണത്തിലേക്ക് തുപ്പിയാൽ ഒരു കലം ഭക്ഷണം 500 ആൾക്കായി എന്ന് പറയുന്ന ഇങ്ങനെ അപ്രമാദിത്വങ്ങൾ കൽപ്പിക്കേണ്ട. അവർ ആകാശത്ത് കൂടി പറന്നു നടന്നു എന്ന് കൽപ്പിക്കേണ്ടതില്ല. ഇനി ഒപങ്കാനമിങ്കും മരീളൻ, ഇനി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗിയായി, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായി. ഇത് സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇല്ലാതാക്കണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ ആശയങ്ങളോ പ്രവർത്തനങ്ങളോ സമൂഹത്തിൽ നടപ്പാക്കുമ്പോൾ അത് നിർത്തൽ ചെയ്യണം. പക്ഷെ അതിനു വേണ്ട വൈജ്ഞാനികമായ ബലം നിങ്ങൾ നേടിയിട്ടില്ല, അല്ലെങ്കിൽ ആ വിജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങളെങ്കിൽ, ഇതിപ്പോ നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് അത് ഇല്ലാതാക്കണമെങ്കിൽ അതിനനുസരിച്ച ഒരു ഉറച്ച വിജ്ഞാനം, ഞാൻ ആ രംഗത്ത് മരീളാകാൻ വീക്കാകാൻ പാടില്ല. അതാണ് ഫീ കുലൂബിഹിം മറന്നും. ഞാനത് ഒരുപാട് വിശദീകരിച്ച് തന്നതാണ്. വൈജ്ഞാനിക രംഗത്തോ ആശയ രംഗത്തോ നിങ്ങൾ ദുർബലരോ അല്ലെങ്കിൽ ഉന്നതമായ ആശയത്തിലേക്കുള്ള ഒരു യാത്രയിലോ നിങ്ങളാണെങ്കിൽ ഇതിനെ നിങ്ങളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം? ഫഇദ്ദത്തുൻ, അതിന് നിങ്ങൾ പരിശീലനം, അതിന് നിങ്ങളൊരു മുന്നൊരുക്കം നടത്തണം. ഇദ്ദത്ത്, നിങ്ങൾ മുന്നൊരുക്കം നടത്തണം. ഇദ്ദത്ത്, മുന്നൊരുക്കം നടത്തുക, തയ്യാറെടുപ്പ് നടത്തുക, അതിനുള്ള പ്രിപ്പറേഷൻ, അതിനുള്ള മുന്നൊരുക്കം നടത്തുക. ഉഇദ്ദത്തിൽ കാഫിർ, അദ്ദയഉദ്ദു എന്ന കൗണ്ട് എന്നർത്ഥമുണ്ട്, എണ്ണാന്നർത്ഥമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഖുർആൻ ഉപയോഗിച്ച വേർഡ് തന്നെയാണ് തയ്യാറെടുക്കുക എന്നുള്ളത്. ഫത്തക്കുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറത്തു ഉഇദ്ദത്തിൽ കാഫിരീൻ, അതാണ് കാഫിരീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെടുക, പ്രിപ്പറേഷൻ നടത്തുക, അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്തണം. എങ്ങനെ? മിൻ അയ്യാമിൻ ഉഖർ, വേറെ ചില ദിനങ്ങളിൽ അതിനുവേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്തിയിട്ട് വേണം ഈ രംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനും അതിനെ അവസാനിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത, ഇതിന്റെ മുന്നൊരുക്കം നിങ്ങൾ പൂർത്തിയാക്കുകയും വേണം. വലിതുകബ്ബിറുല്ലാഹ, അള്ളാഹുവിന്റെ പരമാധികാരം നിങ്ങളെ ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും വേണം. തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നല്ല, വലിതുകബ്ബിറുല്ലാഹ, അള്ളാഹുവിന്റെ പരമാധികാരം നിങ്ങൾ ഇവിടെ സ്ഥാപിക്കണം. എങ്ങനെ? അലാമാ ഹദാക്കും, നിങ്ങൾക്ക് തന്ന ഈ ഗൈഡൻസ്, ഈ മാർഗദർശനം ഇവിടെ നടപ്പാക്കിക്കൊണ്ട്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പരമാധികാരം ഇവിടെ സ്ഥാപിച്ചെടുക്കുക. അല്ലാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു മാലമണികളിൽ ചൊല്ലിക്കൊണ്ടിരിക്കലല്ല. വലിതുകബ്ബിറുല്ലാഹ, അള്ളാഹുവിന്റെ പരമാധികാരം നിങ്ങൾ ഇവിടെ സ്ഥാപിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, തസ്ബീഹ് പറഞ്ഞല്ലോ. ആകാശഭൂമികളിലെ സർവ്വ വസ്തുക്കളും തസ്ബീഹ് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 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 ചെല്ലിയിരിക്കലല്ല. അവയുടെ ധർമ്മം ചെയ്യാണ്. മരം അതിന്റെ ധർമ്മം ചെയ്യുന്നു, സൂര്യൻ അതിന്റെ ധർമ്മം ചെയ്യുന്നു, സമുദ്രം അതിന്റെ ധർമ്മം ചെയ്യുന്നു.
അത് അതിന്റെ ധർമ്മം ചെയ്യൽ നിർത്തുന്നില്ല. അതാണ് അവയുടെ തസ്ബീഹ്. അതാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശഭൂമികളിലെ സർവ്വ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ധർമ്മം അവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ 3/4 ഭാഗം വെള്ളമാണ്, സമുദ്രമാണ്. ആ സമുദ്രം ഒരു മിനിറ്റ് ഒന്ന് ധിക്കാരം കാണിച്ചാൽ മതി, ഈ ഭൂമി ഇല്ല. ഈ ഭൂമി എന്ന് പറയുന്ന സാധനം ലോകത്തിൽ ഉണ്ടാവില്ല, നമ്മളൊന്നും ലോകത്തിൽ ഉണ്ടാവില്ല. എന്ത് മാജിക്കാണ് അത് സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ആരാണ് അതിനെ സൈലന്റ് ആയിട്ട് നിശബ്ദമായി ശാന്തമായി അതിങ്ങനെ നിൽക്കുന്നത്? ആര് പറഞ്ഞിട്ടാ? അതതിന്റെ ധർമ്മം ചെയ്യാണ്. അതതിന്റെ ധർമ്മം ചെയ്യാണ്. വൃക്ഷങ്ങൾ അതിന്റെ ധർമ്മം, നമുക്കറിയുന്ന ഒരു ധർമ്മം. ഫോട്ടോസിന്തസിസ് സിസ്റ്റം പ്രകാരം സൂര്യപ്രകാശം സ്വീകരിച്ചുകൊണ്ട് ഹൈഡ്രജനെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിട്ടുകൊണ്ട് ലോകത്തിന് വേണ്ട, ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ ലോകത്തിന് പ്രദാനിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം, നമുക്കറിയുന്ന ഒരു ധർമ്മം അങ്ങനെയാണ്. അങ്ങനെ ആ വൃക്ഷം ആയിരക്കണക്കിന് 10,000-കണക്കിന് അതിന് നിശ്ചയിച്ച ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവയുടെ തസ്ബീഹ്. ഇങ്ങനെ ഈ ലോകത്തുള്ള വസ്തുക്കളുടെ തസ്ബീഹ് പറഞ്ഞാൽ തന്നെ തീരൂല. നിങ്ങൾ എനിക്ക് ഇന്നേക്കാളും കൂടുതൽ അറിയാം എന്താ ലോകം ചെയ്യുന്ന തസ്ബീഹ് എന്ന്. അത് അവയുടെ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവയുടെ തസ്ബീഹ്, അതാണ് തക്ബീർ, അതാണ് തസ്ബീഹ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഹുദ അതാണ് സൂറത്ത് ജുമയിൽ പറഞ്ഞത്. മനുഷ്യ പ്രകൃതിയിൽ ചെയ്യുന്ന ധർമ്മം പോരാ, അവന് ഒരു ഗൈഡൻസ് കൂടി കിട്ടേണ്ടതുണ്ട്. കാരണം അവൻ ഇച്ഛാശക്തിയുള്ള മനുഷ്യനാണ്. മറ്റുള്ള വസ്തുക്കൾക്കൊന്നും ഇച്ഛാശക്തിയില്ല. ഒരു മൃഗത്തിന് കേടുവരാൻ പരിധിയുണ്ട്. ഒരു മൃഗത്തിന് ഏറിക്കഴിഞ്ഞാൽ ഒരു മൃഗത്തെ പിടിച്ച് തിന്നാനേ പറ്റുള്ളൂ. ഏറിക്കഴിഞ്ഞാൽ ഒന്നിനും കൂടി തിന്നാം. ഒരു കാട് നശിപ്പിക്കാൻ ഒരു മൃഗത്തിന് കഴിയില്ല. കാരണം അവന് ഇച്ഛാശക്തിയില്ല, അവന് സ്വതന്ത്ര ചിന്തയില്ല, സ്വതന്ത്ര പ്രവർത്തന ശേഷിയില്ല. പക്ഷെ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ കേടുവന്നാൽ ഒരു രാജ്യം മുഴുവൻ തകർത്ത് തരിപ്പണാക്കാം. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ. അതാണ് മനുഷ്യൻ കേടുവന്നാൽ, അതാണ് മനുഷ്യനെ കുറിച്ച് ബൽഹും അതല്ലെന്ന് പറഞ്ഞത്. മനുഷ്യൻ മൃഗത്തെക്കാൾ പിഴച്ചവനാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ മനുഷ്യൻ മൃഗത്തെക്കാൾ? അപ്പോഴാ ആലോചിച്ചത്, മൃഗത്തിന് കേടുവരാൻ പരിധിയുണ്ട്. ഒരു മൃഗത്തിന് കേടുവരാൻ പരിധിയുണ്ട്. ഒരു സിംഹമാണ് ഏറ്റവും കൂടുതൽ കേടുവരിക. എത്ര കേടുവരും? ഒരു മാന വേട്ടയാടി പിടിച്ചു തിന്നാൻ പറ്റും ഏറി കഴിഞ്ഞാൽ. ആ കാട് മുഴുവൻ തരിപ്പണാക്കാൻ ഒരു സിംഹത്തിന് കഴിയില്ല. അതിൽക്കും മേലെ എന്താണ്? ഒരു 4 മരം ചവിട്ടി മറിക്കാൻ കഴിയും ഒരു ആനക്ക്. ആ മല കുത്തിമറിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ കേടുവന്നാൽ അത് കേടുവരുന്നതിന് പരിധിയില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവന് ഇച്ഛാശക്തിയുള്ള മനുഷ്യനായതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഖേന വേദങ്ങൾ കൊടുത്തയച്ചുകൊണ്ട് അവന് ഹുദ കൊടുത്തത്. ആ ഹുദ നടപ്പാക്കിക്കൊണ്ടാണ് ഇവൻ തക്ബീർ ചെയ്യേണ്ടത്, ഇവൻ തസ്ബീഹ് ചെയ്യേണ്ടത്. അതാണ് അവന്റെ ധർമ്മം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മൃഗവും മറ്റുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങൾ അവക്ക് സ്വായത്തമായ പ്രകൃതിയായുള്ള അവയുടെ ധർമ്മം അവ ചെയ്താൽ മതി. പക്ഷെ മനുഷ്യൻ അതിൽ നിന്നും മാറി ഒരു ധർമ്മം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് കാരണം അവൻ ഇച്ഛാശക്തിയുള്ളവനാണ്. അവൻ കേടുവരാനും കേടുവന്നാലും പരിധിയില്ല, നന്നായാലും പരിധിയില്ല. അത്രമാത്രം നന്നാകാൻ ഒരു മനുഷ്യന് കഴിയും. ദൈവത്തിന്റെ ഉന്നതമായ ഗുണങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും എത്രമാത്രം വിഹായസുകളുണ്ടോ അതിലേക്കൊക്കെ മനുഷ്യന് അവന്റെ കരുണാർദ്രമായ മനസ്സുകൊണ്ട് കയറിപ്പോകാൻ മനുഷ്യന് കഴിയും. ക്രൂരതയുടെ പാരമ്യതയിലെത്താനും ഒരു മനുഷ്യന് കഴിയും. അതുകൊണ്ട് ഇവനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രിക്കാൻ മാർഗദർശനങ്ങൾ വേണ്ടതുണ്ട്. ആ മാർഗദർശനങ്ങൾ പ്രവാചകന്മാരിലൂടെ കൊടുത്തയക്കേണ്ടതുണ്ട്. അതാണ് വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾക്ക് തന്ന ഈ ഗൈഡൻസിലൂടെ, ഈ മാർഗദർശനത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പരമാധികാരം ഇവിടെ സ്ഥാപിച്ചെടുക്കണം. വലഅല്ലക്കും തഷ്കുറൂൻ. അങ്ങനെയാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു തന്നതാണ് ഒരു ഉദാഹരണത്തിലൂടെ. അല്ലാഹ് ശുക്ർ എന്ന് പറയലല്ല, തന്ന വസ്തുവിനെ ഉപയോഗിക്കലാണ് അയാൾക്ക് ഒരാളോട് കാണിക്കേണ്ട ശുക്ർ. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വസ്തു നിങ്ങൾ എനിക്ക് സമ്മാനമായി തന്നാൽ ആ വസ്തു ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കലാണ് നിങ്ങൾക്ക് ചെയ്യുന്ന ശുക്ർ. നിങ്ങളോട് ചെയ്യുന്ന ശുക്ർ അതാണ്. അല്ലാതെ നിങ്ങളെ കാണുമ്പോ താങ്ക് യു, നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്, ഈ സാധനം ഞാൻ അരിച്ചാലിൽ കിട്ടുകണു, ഈ സാധനം ഞാൻ തോട്ടിൽ ഇട്ടിട്ടു,
തന്ന ഈ സാധനം തോട്ടിക്കൊണ്ടേയിട്ടിട്ട് അല്ലാ ശുക്ർ, അല്ലാ അണക്ക് നന്ദി, അല്ലാ അണക്ക് നന്ദി, അല്ലാ അണക്ക് നന്ദി എന്ന് പറയലല്ല, അത് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കലാണ്. അതനുസരിച്ച് ജീവിക്കുകയും അത് നല്ല നിലക്ക് ഉപയോഗിക്കലുമാണ് ഒരാൾക്ക് ചെയ്യുന്ന ശുക്ർ എന്ന്. അതാണ് ശുക്ർ. എങ്ങനെയത് മനസ്സിലാവുന്നുണ്ടോ? അതാ ശുക്ർ. അല്ലാതെ നിങ്ങൾ എനിക്ക് ഒരു സാധനം തന്നു, ഒരു മൊബൈൽ തന്നെ തന്നു, ഇത് ഞാനിട് നിങ്ങൾ തന്നേക്കന്നെ, തന്നപ്പോൾ ഒരു താങ്ക് യു പറഞ്ഞു, പിന്നെ നിങ്ങൾ വന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ കുപ്പത്തൊട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നു. വളരെ വാല്യൂബിളായി നിങ്ങൾ വളരെ പ്രീഷ്യസ് ആയിട്ട് കണ്ടിട്ട്, വളരെ പ്രീഷ്യസായി വളരെ വാല്യൂബിളായിട്ട് മൂല്യവത്തായി കണക്കാക്കി എനിക്ക് തന്നതായിരുന്നു. നിങ്ങളെൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് വരുന്ന ആ കുപ്പത്തൊട്ടിയിൽ തന്നെ അത് കിടക്കണം. നിങ്ങൾക്ക് എന്താ നിങ്ങൾ കണ്ടേക്ക്, നിങ്ങളെന്നാളാ സാധനം തന്നതിന് വളരെ നന്ദിയുണ്ട് 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 എന്ന് പറയലല്ല. ആ വസ്തുവിനെ നിങ്ങൾ കാണുമ്പോഴൊക്കെ അത് എങ്ങനെയൊക്കെ അതിൻ്റെ പ്രയോജനപ്പെടുത്താൻ, ഏതൊരു പ്രയോജനത്തിനാണോ നിങ്ങൾ എനിക്ക് തന്നത് ആ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയും പിന്നെ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ആ വസ്തുവിനോട് ചെയ്യുന്ന, ആ വ്യക്തിയോട് ചെയ്യുന്ന, ആ വസ്തു തന്ന ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി. അങ്ങനെയാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ നന്ദിയുള്ളവരായി തീരുക എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാം. ജൂലൈ 29 കൂടി പറയാം, മൗലവി അനുസ്മരണം. അത് എപ്പോഴത്തെ പോലെയല്ല, 20ാമത്തെ വർഷമാണ്. മൗലവി അനുസ്മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആളുകൾ പറയും പോലെ മൗലവിക്ക് മൗലൂദ് ഒന്നല്ല, അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാളോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞപ്പോൾ എന്നോടുള്ള ബഹുമാനം, ഞാൻ മരിച്ച ഈ കണ്ണട സൂക്ഷിച്ചു വയ്ക്കാം, ഞാനിരുന്ന കസേര സൂക്ഷിച്ചു വയ്ക്കാം, ഞാൻ ഉപയോഗിച്ച മുസാഫ് ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിച്ച പിന്നെ കസേര ഇങ്ങനെ എടുത്തു വയ്ക്കാം, ഇതൊക്കെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുക, എൻ്റെ പേരിലൊരു റോഡിന് പേരിടുക, ഇതൊക്കെയാണ് എൻ്റെ പേരിൽ റോഡ് ബ്ലോക്കാക്കുക, ഇതൊക്കെയാണ് ഇന്ന് ആളുകളോട് ഒരു ജാഥ നടത്തുക. ഒരാളോടുള്ള അനുസ്മരണം എന്ന് പറയുന്നത് അദ്ദേഹം ഏതൊരു പ്രത്യയശാസ്ത്രത്തെയാണ് മുന്നോട്ട് വെച്ചത് ആ പ്രത്യയശാസ്ത്രം നടപ്പിൽ വരുത്താൻ മൗലവിയെ ആളുകൾ എന്തിനു കൊണ്ടയോ, എന്തിനാ മൗലവിനെ കൊണ്ടുപോയത്? മൗലവി പറയുന്ന പ്രത്യയശാസ്ത്രം നടപ്പിലാകാതിരിക്കാൻ. ഈ ഒരു ഒറ്റയാൾ പട്ടാളത്തെ ഇല്ലാതാക്കിയാൽ ഈ ആശയം ലോകത്തുനിന്ന് ഇല്ലാതാവുന്ന ആളുകൾ വിചാരിച്ചു. പക്ഷെ ഇന്ന് ലോകം തിരിച്ചായി. ലോകം എന്തോന്നറിയില്ല, ലോകത്തുനിന്ന് ആകെപ്പോൾ പുരാണികമായി ഒരു തരംഗം. ഈ ആശയത്തിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ അനുസ്മരണം കഴിയുന്നത്ര രൂപത്തിൽ വിജയിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും എല്ലാവരും ശ്രമിക്കണം.